ഏവർക്കും നമസ്കാരം. ഇപ്പോൾ കാർഡിയോളജി അഥവാ ഹൃദ്രോഗത്തിൽ അതിനൂതന വ്യവസ്ഥകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാന വിഷയമാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി. ഏവർക്കും അറിയാമേ ലേസർ ആൻജിയോപ്ലാസ്റ്റി ഒരു അതിനൂതന ചികിത്സാ രീതിയാണെന്നുണ്ടെങ്കിലും ഈ ചികിത്സാ രീതി ആർക്കൊക്കെയാണ് പ്രാബല്യത്തിൽ വേണ്ടത് അഥവാ ആർക്കൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ ഒരു നോർമൽ ആൻജിയോപ്ലാസ്റ്റി രക്തക്കുഴലിൻ്റെ ധമനിക്കകത്തുള്ള ബ്ലോക്കുകളെ തീർക്കാനും അതുമൂലം ഉണ്ടാകുന്ന അപകടത്തെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ഒരു സ്റ്റെൻറ്റ് ഇട്ട് രക്തോട്ടം പുനരാരംഭിക്കുകയാണ് മെയിൻ സർജറി അഥവാ മെയിൻ ട്രീറ്റ്മെൻറ്റ്. ലേസർ ആൻജിയോപ്ലാസ്റ്റിയിൽ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാണ് രക്തക്കുഴലിനകത്തുള്ള അസുഖം, സപ്പോസ് അതൊരു കാൽസ്യമുള്ള കട്ടിയുള്ള ബ്ലോക്കാണെന്നുണ്ടെങ്കിൽ അത് സാധാരണയുള്ള ഒരു ബലൂൺ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാൽസ്യം ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനുള്ളതാണ് ലേസർ. രണ്ടാമത്, രക്തക്കുഴലിനകത്ത് തന്നെ ചില രക്തക്കുഴലിൻ്റെ ബ്ലോക്കുകൾ 100% കിടക്കുന്നത്, തുറക്കാൻ പറ്റാതെ കിടക്കുന്ന രക്തക്കുഴൽ ആവശ്യമുണ്ടെങ്കിൽ ലേസർ ഓപ്പറേഷൻ ഉപയോഗിച്ച് അതിൻ്റെ ബ്ലോക്ക് നീക്കം ചെയ്തുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ സാധ്യതയുണ്ട്. 3, ഹാർട്ട് അറ്റാക്ക്, കഠിനമായ ഹാർട്ട് അറ്റാക്കും രക്തക്കുഴലിനകത്ത് കട്ടിയുള്ള രക്തക്കട്ടകൾ പെട്ടുകിടക്കുന്ന അവസ്ഥയിൽ ലേസർ ഉപയോഗിച്ച് ആ പറയുന്ന രക്തക്കട്ടകളെ ധമനിക്കകത്ത് നീക്കാൻ വേണ്ടി ലേസർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ 4മതായി, ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ള രോഗികളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള രക്തക്കുഴലുകൾ, ആ രക്തക്കുഴലിലേക്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ രീതിയിൽ ലേസർ ഉപയോഗിച്ച് ക്ലിയർ ചെയ്ത് രക്തോട്ടം പുനരാരംഭിക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടാണ് ലേസർ സർജറി അഥവാ ലേസർ സർജറിക്ക് പ്രാധാന്യമുള്ളത്. എങ്കിലും ഇപ്പോൾ എല്ലാവരുടെയും സംശയം എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. എല്ലാത്തിനും ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. രക്തോട്ടം പുനരാരംഭിക്കാൻ അനവധി വേറെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്ക് വഴി അഥവാ ബലൂൺ സർജറി അഥവാ ആൻജിയോപ്ലാസ്റ്റി അഥവാ സ്റ്റെന്റുകൾ എന്നിവ കാര്യങ്ങളൊക്കെ അനുബന്ധമായിട്ട് ചെയ്യാം.